വേറെ രീതിയിലൊക്കെ ഇഷ്ടംപോലെ ഹേർട്ട് ചെയ്യുന്നതും അല്ലാത്തതൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കായിരുന്നു. പക്ഷെ നിങ്ങൾ ഒന്നും ചോദിച്ചില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ നന്മയുടെ കാര്യം എടുത്ത് പറഞ്ഞത്. ബിൻചേട്ടൻ ഒരു ആക്ടറാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ഡയറക്ടറാണ്, സിംഗറാണ്. ഇതിൻ്റെ അകത്തൊക്കെ എൻജോയ് ചെയ്ത് ചെയ്യുന്നത് ഏതാണ്? ദിലീഷ് ഏട്ടനെ കണ്ടിട്ട് എല്ലാവരും പുള്ളി മരിക്കും. ബിൻചേട്ടൻ ഒരു ആക്ടറാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ഡയറക്ടറാണ്, സിംഗറാണ്. ഇതിൻ്റെ അകത്തൊക്കെ എൻജോയ് ചെയ്ത് ചെയ്യുന്നത് ഏതാണ്? ആക്ടിങ് തന്നെയാണ്. ഓക്കെ, എല്ലാം നല്ല പണിയാണ്. ആക്ടിങ് എളുപ്പമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഏറ്റവും പാട് ഇതിൽ ഇപ്പം ഈ പറഞ്ഞതിൽ ഏറ്റവും പാട് സ്ക്രിപ്റ്റ് എഴുതാനാണ്. കാരണം ഞാനൊക്കെ പണ്ട് തുടങ്ങി ഈ ചാനലിൽ വർക്ക് ചെയ്യുന്ന സമയം മുതൽ ഒരു വെളുപ്പിന് 4 മണിക്ക് എണീറ്റിരുന്നാണ് എഴുത്ത്. അപ്പോൾ ഈ 4 മണിക്ക് എണീറ്റിരുന്ന ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് നമ്മുടെ കഥ മനസ്സിൽ വെച്ചിട്ട് ഒരു ബ്ലാങ്കായിട്ടൊരു എഴുത്താണ്. ആ സമയത്ത് എന്താ വരുന്നതെന്നോ ഒരു പ്ലാൻ ഇല്ലാണ്ടാണ് നമ്മൾ എഴുതുക. അതിൻ്റെ ഒരു രസമുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. പക്ഷേ അതിന് വേണ്ടി നമ്മൾ ഒരുങ്ങാൻ നിൽക്കണം. ഇപ്പോൾ ഞാൻ ഒരു 10:30 സ്ഥിരം കിടന്നുറങ്ങുന്ന ആളാണെങ്കിൽ ഞാനൊരു 9:30 കിടന്നുറങ്ങണം. വേറെ ഇതൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട് ഉറക്കം കിട്ടണം. ഇതൊക്കെ ഇതിനെ ബാധിച്ചിട്ടുണ്ടാവും ആ സമയത്ത് എഴുന്നേൽക്കുന്നതുകൊണ്ട്. പിന്നെ ഈ പറഞ്ഞ ഒരു വരി കിട്ടാൻ വേണ്ടിയിട്ട് 2 ദിവസം 3 ദിവസം എടുക്കുക. ഒരു നിഗൂഢ സംഗീതത്തിലൊക്കെ പോയിരുന്നു. റൈറ്റേഴ്സ് ബ്ലോക്ക് വരുമ്പോൾ മൂവ് ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ എനിക്ക് തോന്നുന്നു ഏറ്റവും പാട് എന്ന ആളുകൾ അത് ഏറ്റവും വലിയ വില കൊടുക്കാത്തൊരു ഏരിയ റൈറ്റിങ്ങിന് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. എപ്പോഴും ആക്ടേഴ്സിനാണല്ലോ ഇവിടെ വിലയുള്ളത്. സത്യത്തിൽ ഞാൻ പോലും കട്ടപ്പന കഴിഞ്ഞ് വിഷ്ണു അങ്ങനെ ഇതായി കഴിഞ്ഞപ്പോഴേക്കും റൈറ്റർ എന്നുള്ള രീതിയിൽ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുകയോ വന്നൊരു കൈതരികയോ ചെയ്യാത്ത അവസ്ഥയിലാണ് ഞാനും ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല എന്നുള്ള ചിന്തയിലേക്ക് ഞാനും വരുന്നത്. അത്രയ്ക്ക് ഇതുണ്ട്. പക്ഷേ ഫസ്റ്റ് ഏറ്റവും പാട് സ്ക്രിപ്റ്റ് തന്നെയാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറുപടി അറിയില്ല. എല്ലാത്തിനും ഒരു ബേസാണ് ആക്ച്വലി ആ ഒരു റൈറ്റിംഗ് സ്ക്രിപ്റ്റ്. അതാണ് അതിൻ്റെ ഏറ്റവും പാടുള്ള വിഷയം. അതാണ് എളുപ്പം എന്ന് പറഞ്ഞാൽ ആക്ടിങ് എളുപ്പമാണെന്ന് ഞാൻ പറയില്ല. കാരണം ഭയങ്കര ഇത് തന്നെയാണ്. പക്ഷേ ഈ താരതമ്യേന നോക്കുമ്പോൾ എനിക്ക് സ്ക്രിപ്റ്റ് തന്നെയാണ് ഏറ്റവും പാടായിട്ട് തോന്നുന്നത്. ചേട്ടൻ ഇപ്പം അഭിനയിച്ച സിനിമയാണെങ്കിലും അല്ലെങ്കിൽ എഴുതിയ സിനിമയാണെങ്കിലും എല്ലാം ഒരു മൾട്ടി സ്റ്റാർ മൂവീസ് ആയിരുന്നു എല്ലാം തന്നെ. ഇപ്പോൾ കട്ടപ്പനയൊന്നും അങ്ങനെ മൾട്ടി സ്റ്റാർ അല്ല, എന്നാലും ബാഡ് ബോയ്സ് ആണെങ്കിൽ അതെ, അങ്ങനെ എല്ലാം തന്നെ ഒരു മൾട്ടി സ്റ്റാർ മൂവീസാണ്. ഇപ്പോൾ ഗുമസ്തനാണെങ്കിലും ഒത്തിരി മൾട്ടി സ്റ്റാർസ് ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന വേറൊരു കോംബോ ആണ് വിപിൻ ജോർജ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ദിലീപ് കോംബോ, ഒരു കോമഡി കോംബോ. അപ്പം ചിലപ്പോൾ കാണുമായിരിക്കും അങ്ങനെ ഒരു കോംബോ. ഒന്നും പറയാൻ പറ്റില്ല. കാരണം ആഗ്രഹമുണ്ട്. ഇപ്പോൾ ദിലീപേട്ടനെ വെച്ചിട്ടാണെങ്കിലും ഭയങ്കര ആഗ്രഹമുണ്ട് നമുക്ക്. ഞങ്ങൾ ലാലേട്ടനെ വെച്ചിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു, അത് നടന്നില്ല. മമ്മൂക്കേനെ വെച്ചിട്ട് ആഗ്രഹമുണ്ട്. ഈ പറഞ്ഞ പോലെ ആരാണ് ഇവർ ഈ ലെജൻഡുകൾ ജീവിക്കുന്ന സമയത്ത് തന്നെ വേണ്ടേ നമ്മളും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലടോ, ഈ ഞങ്ങൾ കുറേ പേരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ അവരിപ്പോൾ അഭിനയിക്കാൻ നടക്കുന്നുണ്ട്, ഇപ്പോൾ എഴുതുന്നില്ല എന്നുള്ളതാണ്. ആക്ച്വലി അങ്ങനെയൊന്നുമല്ല. സത്യത്തിൽ ഞങ്ങൾ കൊറോണ സമയത്ത് ഈ പറയുന്ന ലാലേട്ടൻ്റെ ആ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് എഴുതിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വെടിക്കെട്ട് ആ സമയത്താണ് എഴുതി തീർത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പടം എഴുതി തീർത്തിട്ടുണ്ട്. ഓൾറെഡി ഞങ്ങളുടെ കയ്യിൽ 3 സ്ക്രിപ്റ്റ് നിലവിലുണ്ട്. ഇതെല്ലാം പ്രൊജക്റ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനുള്ള സമയം എടുക്കുന്നുണ്ട്. ഈ സമയത്താണ് നമ്മൾ പോയി അഭിനയിക്കുന്നത്. കാരണം നമ്മൾ ഈ എഴുത്തെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോഴേ വീട്ടിൽ നമുക്ക് അതുകൊണ്ടല്ലോ നമുക്ക് കഞ്ഞി പിടിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളും കൂടി നടത്തണം. അപ്പോൾ അത് ദൈവം അനുഗ്രഹിച്ചിട്ട് ഇപ്പോൾ സിനിമ അഭിനയിക്കാനുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, നമ്മുടെ ഇവിടുത്തെ റൈറ്റേഴ്സ് അനുഭവിക്കുന്ന സ്ട്രഗിൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ റൈറ്റേഴ്സ് മാത്രമല്ല കേട്ടോ, ഡയറക്ടേഴ്സും എല്ലാവരും ഇത് നേരിടുന്നുണ്ട്. ഒരു പടം എത്ര ഞാൻ പറയട്ടെ, ഇപ്പോൾ ജൂഡേട്ടൻ 2018 കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ടൊരു പടം വേറെ വന്നിട്ടില്ല. കാരണം അടുത്തതിലേക്ക് ഇങ്ങനെ എത്തി, ഓരോ ആർട്ടിസ്റ്റുകളുടെ അടുത്ത് എത്തി, കഥ ലാൻഡ് ചെയ്ത് അതിന് സമയം എടുക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ പൊന്നെ, ഇതൊക്കെ എങ്ങനെ അത് സഫർ ചെയ്തെന്നാവും. അതാണ് എൻ്റെ സത്യാവസ്ഥ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പടമില്ല, ഒരു മാസം പടം ഇല്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു ഉദ്ഘാടനമോ അല്ലെങ്കിൽ ഏതൊരു കോളേജിനോ യൂണിയൻ ഇന്നോവേഷനൊക്കെ വിളിച്ചിട്ട് അപ്പോൾ നമ്മുടെ ആ മാസം അങ്ങോട്ട് കടന്നു പോകും.
ഞാൻ പറഞ്ഞ പോയിന്റ് കിട്ടിയോ? അപ്പം അതും കൂടി ഇതിൽ വലിയ കാര്യമാണെന്ന് പറയായിരുന്നു. ആളുകൾ ഇപ്പോൾ പറയുമോ അവന്മാർ മറ്റേ അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ എഴുതുള്ളത്. അവിടെ നമ്മളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ നടപടി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇതൊരു സമയമാണല്ലോ, നമ്മുടെ ശ്രമങ്ങൾക്കും എല്ലാത്തിനും ഒരു റിസൾട്ട് ഉണ്ടാവുന്നൊരു സമയം വരും. അതുപോലെ അമർ അക്ബർ അന്തോണി സെക്കൻഡ് പാർട്ട് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പ്ലോട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു കഥയുടെ ഒരു പ്ലോട്ട് കിട്ടിയിട്ടുണ്ട്. അമർ അക്ബർ അന്തോണി 2 ചെയ്യാം, ഇത് കൊള്ളാം, ഇത് ചെയ്യാം എന്ന് പറഞ്ഞൊരു പ്ലോട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുവേണ്ടി ഇനി ഇരിക്കണം, ശ്രമിക്കണം. ഇപ്പോൾ ജയ്സേട്ടനായിരുന്നു ഇതിൽ അപ്പൻ ക്യാരക്ടറായിട്ട്, അതായത് ജയ്സേട്ടനാണ് ഇതിൻ്റെ ആസ് എ ഹീറോ സത്യത്തിൽ. അത് പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ജയ്സേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടൊരു മനുഷ്യനാണ്. കാരണം പുള്ളി ബുർജ് ഖലീഫയുടെ ഒക്കെ കോൺട്രാക്ടറൊക്കെ എടുത്ത് നടത്തിയിരുന്ന ആളാണ് ദുബായിൽ. ഈ സിനിമാക്കാർ പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദുബായിൽ ചെന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ലക്ഷറി വീട്ടിലായിരുന്നു എല്ലാവരും താമസിച്ചിരുന്നതും. അതിൽ നിന്നൊക്കെ പുള്ളി ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നിന്ന് ഇവിടെ വന്ന് ഉള്ള നായകന്മാരുടെ എല്ലാവരും ഇടിയും കൊണ്ട് പുള്ളി ഗുണ്ടയായിട്ടുള്ള കൂടുതൽ. പക്ഷേ ഈ സിനിമ ഞാൻ കണ്ടു, നിലവിൽ ഞാൻ അതിൻ്റെ പ്രിവ്യൂ കണ്ടു. എനിക്ക് ഭയങ്കരമായിട്ട് അയാളോട് റെസ്പെക്റ്റ് തോന്നി. കാരണം അയാളുടെ ഒരു ലീഡിങ് ക്യാരക്ടർ അയാൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഗോഡ് ബ്ലെസ് എന്താ പറയുന്നത്, ജോജു ചേട്ടനൊക്കെ ജോസഫിലെ കിട്ടിയ പോലത്തെ അങ്ങനെ ഒരു ക്യാരക്ടറാണത്. അത് പക്ഷേ ആളുകളിലേക്ക് അങ്ങനെ എത്തിയാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ സിനിമ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ജയ്സേട്ടന് വേണ്ടി, കാരണം ഞാൻ ജയ്സേട്ടന് വേണ്ടിയിട്ടാണ് ഈ ക്യാരക്ടർ കമ്മിറ്റ് ചെയ്തത്. ജയ്സേട്ടന് ഞാൻ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. കാരണം എനിക്കൊരു ക്യാമിയോ റോൾ പോലത്തെ സംഭവം തന്നെയാണ് ഇതിൽ. ഒരു 10-20 മിനിറ്റ് ഉണ്ടാവുള്ളൂ ഞാൻ. പക്ഷേ എന്നാൽ അതൊരു ഒരിക്കലും ഒരു മോശം റോളോ പടം കണ്ടിറങ്ങുമ്പോൾ നിങ്ങൾ വിജയനെ കുറച്ചുള്ളല്ലോ എന്ന് നിങ്ങൾ പറയത്തില്ല. അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ. പയ്യം വിജയൻ ചേട്ടനും കുറച്ച് ക്യാരക്ടർ ചെയ്യുന്നുണ്ടല്ലോ. അയ്യം വിജയൻ ചേട്ടൻ, പിന്നെ ഈ പറയുന്ന പോലെ ആസീസ് നെടുമങ്ങാട്, ഡോക്ടർ റോണി, എല്ലാവരും ഉണ്ട്. എല്ലാവരും ആവശ്യത്തിന് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന രീതിയിൽ ഉണ്ട്. ഡോക്ടർ റോണി ഉണ്ട്, മക്ബുൽ ഉണ്ട്, കൈലാഷ് ഉണ്ട്. ഇവരൊക്കെ കൈലാഷ് ഏട്ടൻ എന്നാണ് ഞാൻ വിളിക്കണം, പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു ഇതാ. പിന്നെ നമ്മുടെ സ്മിനി ചേച്ചി, പിന്നെ ആരാണ്, അങ്ങനെ 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 ഓരോരുത്തരും എടുത്തിരുന്ന ദിലീഷ് ഏട്ടൻ. ഈ ബാങ്കിങ് അവേഴ്സിൻ്റെ റൈറ്റർ അമലിൻ്റെ ആദ്യത്തെ ഒരു ഡയറക്ടോറിയൽ മൂവിയാണ്. അതെ, പുള്ളി എതിരെന്ന് ഒരു പടം ചെയ്തിട്ടുണ്ട്, റഹ്മാൻ, നമിത, ഗോകുൽ സുരേഷ്. അത് ഇപ്പോൾ ഈ അടുത്ത മാസം കൊണ്ട് റിലീസ് ചെയ്യുന്നുണ്ട്. അടിപൊളിയായിട്ട്. ഞാൻ ഇതിൻ്റെയൊക്കെ ത്രില്ലേഴ്സിൻ്റെ ഒക്കെ ട്രെയിലർ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തില്ല ഇതിൻ്റെ അകത്ത് ആരാ നായകൻ അല്ലെങ്കിൽ ആരാ വില്ലൻ, ആരെയെ കൊല്ലുന്നതൊന്നും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചേട്ടനായിരിക്കും വില്ലൻ പറയാൻ പറ്റില്ല. കണ്ടിട്ട് എല്ലാവരും അതിപ്പോൾ ഒരു ട്രെൻഡായിട്ട് പോകുന്നൊരു കാര്യം. പാട്ട് കണ്ടായിരുന്നു അതിലെ ഗിറ്റാർ വെച്ച്. പാട്ട് നല്ല പാട്ടാട്ടോ, ദൈവം അനുഗ്രഹിച്ചിട്ട് എപ്പോഴും എനിക്ക് നല്ല പാട്ട് കിട്ടാറുണ്ട്. സ്റ്റീഫൻ ദേവസിയുടെ പാട്ടാണ് അത്. ഗംഭീര രസമായിട്ട് ആ പയ്യൻ പാടിയിട്ടുണ്ട്. ഭയങ്കര പിച്ച, ഏറ്റുപാടാൻ പറ്റില്ല, അത്രക്ക് പാട്ട്. പക്ഷെ ഞാൻ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല വെച്ചേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ പറയണ പോലെ നല്ല പാട്ടുകാരെന്ന് പറയുന്നത്, നമ്മൾ ഇപ്പം മാർഗംകളിയിലെ പാട്ട് ഇങ്ങനെ പാടി അതിങ്ങനെ വർക്കൗട്ടായി എന്നല്ലാണ്ട് നിങ്ങൾ ഈ പറയണ പോലത്തെ പാട്ടുകാരനൊന്നും അല്ല ഞാൻ. പാടും അത്ര തന്നെ. പിന്നെ എനിക്ക് പറ്റുന്ന പാട്ടുകളുണ്ടാവാം സ്റ്റേജിൽ പാടുന്ന, ഞാനത് പാടും, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളെപ്പോഴും ഈ അറിയാവുന്ന പരിപാടികൾ വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ വിചാരിക്കും പോകും അതിലെന്തോ വലിയ ആൾക്കാരാണ്. മനസ്സിലായില്ലേ? അതാണ് സംഭവം. അടിപൊളിയായിട്ട് പോട്ടെ. ഇപ്പോൾ ഗുമസ്തൻ ഒരു വൻ വിജയമാകട്ടെ. നമ്മളടുത്ത് സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക് യു. നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു. കാരണം സാധാരണ സിനിമ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രൊമോഷൻ വിളിച്ചു കഴിഞ്ഞാൽ സിനിമ ഒഴിച്ച് ബാക്കി നമ്മളുടെ തോണ്ടി കണ്ടന്റുകൾ എടുക്കലായിരിക്കും പരിപാടി. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ കാലം മാറി, ആളുകളുടെ രീതികൾ മാറി. ഞാൻ വലിയൊരു പ്രതീക്ഷയുണ്ട് എനിക്ക് ഈ കാലഘട്ടത്തിൽ നിന്ന് വീണ്ടും നമ്മൾ പഴയ നല്ലൊരു അവസ്ഥയിലേക്ക് എത്തുന്നു. ഇപ്പം എന്താ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺലൈനും പരിപാടിയൊക്കെ വന്നതിന് ശേഷം ആളുകൾ ഭയങ്കര ജഡ്ജ്മെൻ്റലായി. ഞാനിത് മൊത്തം ആളുകളല്ല കേട്ടോ പറയുന്നത്. ഒരു 3.5 കോടി ജനങ്ങളിൽ ഇത് നന്നായി യൂസ് ചെയ്യുന്ന എത്ര പേരുണ്ടാവും? ഏകദേശം അതിലും പകുതിയല്ലേ
ഈ നെഗറ്റീവ് എഴുതുന്നവരും അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ അവരെല്ലാവരും ജഡ്ജ്മെൻ്റ് ആയി. നമ്മൾ തന്നെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കി 5 എണ്ണത്തിൽ 4 എണ്ണം നെഗറ്റീവ് ആയിരിക്കും അല്ലേ? അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. നമ്മളെന്ന് വെച്ചാൽ നമ്മളുടെ മൈൻഡിനെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ വേറെ ആളുകളാണ് നമ്മളിപ്പോൾ അവരാണ് തീരുമാനിക്കുന്നത് എന്ത് കാണണം. നിങ്ങൾ പുതിയതായിട്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല, ഒരു ബുക്കുകൾ വായിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇവർ കാണിക്കുന്ന സാധനങ്ങൾ നമ്മൾ കണ്ടിട്ട് ഇതിനെ ജഡ്ജ് ചെയ്യുന്നു. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഇത് മാറും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നമ്മുടെ പുതിയ തലമുറയ്ക്കെങ്കിലും അത് മാറണം. കാരണം എല്ലാവരും സന്തോഷമായിട്ട് എൻ്റെ കൂടെ ആരാ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അബ്ദു ആണോ അല്ലെങ്കിൽ മറ്റവരാണോ, ഒന്നും നമ്മളറിയാതെ ജീവിച്ചിരുന്നൊരു സന്തോഷമുള്ളൊരു സമയമില്ലേ. ഒരാളെ നമ്മൾ ജഡ്ജ് ചെയ്യുന്ന മാക്സിമം പോയാൽ നമ്മുടെ നാട്ടുകാർ നമ്മളെ പറയും. ഇതിപ്പോൾ ലോകം പറയേണ്ടത് നമ്മൾ കേൾക്കേണ്ട അവസ്ഥയിലേക്കാണ്. ഞാൻ അതുകൊണ്ട് കമൻറ്റ് ബോക്സൊക്കെ അടക്കം ഓഫ് ചെയ്തിട്ടേക്കുക. അല്ല, അങ്ങനെ അതിനുവേണ്ടി തന്നെ കുറേ പേര് കമൻറ്റ് ബോക്സിന് വേണ്ടി തന്നെ കുറേ പേരുണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊന്നും നമ്മൾ വളർന്നു വന്നപ്പോൾ നമ്മളെ നിരുത്സാഹപ്പെടുത്താനില്ലായിരുന്ന ആളുകളാണ്, പ്രോത്സാഹിപ്പിക്കാനും ഇല്ലായിരുന്നവരാ. അപ്പോൾ നമ്മളെ വലുതാകുമ്പോഴത് വേണ്ട, ആ ഒരു കാലഘട്ടത്തിലേക്ക് വരട്ടെ. എനിക്കെന്താ നീ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് ഇത് പറയണമെന്ന് തോന്നി. കാരണം വേറെ രീതിയിലൊക്കെ ഇഷ്ടംപോലെ ഹേർട്ട് ചെയ്യുന്നതും അല്ലാത്തതൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കായിരുന്നു. പക്ഷെ നിങ്ങൾ ഒന്നും ചോദിച്ചില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ നന്മയുടെ കാര്യം എടുത്ത് പറഞ്ഞത്. അങ്ങനെ തന്നെ ആവട്ടെ. നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു. താങ്ക് യു സോ മച്ച്.